டிஒய்எஃப்ஐ தலைவராக இருந்த அர்ஜுனனை காப்பாற்ற சிபிஎம் உயர்மட்ட தலைமை இடைப்பட்டதாக காங்கிரசின் குற்றச்சாட்டுக்கு பதிலுடன் சிபிஎம் மாவட்ட செயலாளர் சிவி வர்கீஸ் முன் வந்துள்ளார். குற்றவாளிக்கு தண்டனை கிடைப்பதற்கு அரசு நடவடிக்கை எடுத்து வந்ததாகவும் குடும்ப உறுப்பினர்களுக்கு நீதி கிடைக்க தேவையான നടപടിക്ക് എടുക്കപ്പെടും என்றுം സിവി വർഗീസ് കൂറിനാർ. കുര്യാക്കോസിന് എല്ലാ രാഷ്ട്രീയമായി കാണുന്ന ഒരു സങ്കുചിതവാദിയാണ്. അതുകൊണ്ട് കുര്യാക്കോസിൻ്റെ ആക്ഷേപത്തിനൊന്നും സിപിഎം ഒരുവരെയും കൽപ്പിക്കുന്നില്ല. വണ്ടിപ്പെരിയാർ ആ പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ വലിയ നിലയിൽ ഇടപെടുകയും കുറ്റവാളിക്ക് ആവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനാവശ്യമുള്ള പ്രാരംഭഘട്ടത്തിലെല്ലാം ഗവൺമെൻറ് സാധ്യമായി എല്ലാ ഇടപെടലും നടത്തിയിട്ടുള്ളതാണ്. വകുപ്പ് മന്ത്രി എന്ന രൂപത്തിൽ കെ രാധാകൃഷ്ണൻ തന്നെ ആ വീട്ടിൽ വരികയും ആ കുടുംബങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെയും കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള പ്രോസിക്യൂട്ടറാണ് വെച്ചിട്ടുള്ളത്. ആ കുടുംബാംഗങ്ങളുടെ കൂടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടുള്ള പ്രോസിക്യൂട്ടറാണ് വെച്ചിട്ടുള്ളത്. ആ കേസ് പ്രതിയെ നിരവധി വിട്ടയക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞത് ഗൗരവമായി കാണുന്ന കാര്യമാണ്. ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും സിപിഎമ്മിൻ്റെ ഭാഗത്തു നിന്ന് സാധ്യമായതെല്ലാം നടക്കും. അവരിപ്പോൾ പുനരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പുനരന്വേഷണം നടത്തുകയും അവർക്ക് നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധമായ ഇടപെടലിനകത്ത് സിപിഎം തികച്ചും നീതിപൂർവമായ സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ഭാവിയിലും അത് സ്വീകരിക്കത്തുള്ളൂ. ഈ വിഷയത്തിനകത്തൊരു രാഷ്ട്രീയം നടന്ന കാര്യമില്ല. കുട്ടിയെ ദാരുണമായി കൊല്ലപ്പെട്ടതാണ്. അവർക്ക് നീതി ലഭിക്കേണ്ടതാണ്. ആ നീതി ലഭിക്കുന്നതിന് കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തുടർ നടപടി ആ കുടുംബം എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച്